ബാത്റൂം ഒക്കെ കൺസീൽഡ് ചെയ്യുമ്പം ബാത്റൂമിൻ്റെ നമ്മൾ കൺസീൽഡ് ഉപയോഗിക്കുന്ന പൈപ്പ് ഹോട്ട് വാട്ടറിന് സാധാരണ CPVC, കോൾഡ് വാട്ടറാണ് നോർമലായിട്ടുള്ള PVC പൈപ്പാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഗ്രേഡ് കൂടി പൈപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിൽ കൺസീൽഡ് ചെയ്യുന്നതിന് പൈപ്പ് മൊത്തത്തിൽ CPVC പൈപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. വർക്കിൻ്റെ കുറച്ചുകൂടി ക്വാളിറ്റി കൂട്ടുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൺസീൽ ചെയ്യുന്ന ഹോട്ട് വാട്ടറിൻ്റെ പൈപ്പ് ലൈൻ മുഴുവനായിട്ട് നമ്മൾ PPR പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ PPRൻ്റെ ഗ്രേഡ് കൂടിയ പൈപ്പ് നമ്മൾ വാങ്ങിച്ചിട്ട് കൺസീൽഡ് ഹോട്ട് വാട്ടറിൻ്റെ ലൈൻ മുഴുവൻ ആ PPR ലൈൻ പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺസീൽഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതോടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PVC പൈപ്പിനെക്കാട്ടി കുറച്ചും കൂടെ ഈ പൈപ്പ് കുറച്ചും കൂടെ കട്ടി കൂടുതലാണ്, കുറച്ചും കൂടെ റിജിഡിറ്റി കൂടുതലുള്ള പൈപ്പാണിത്. അതുപോലെ തന്നെ ഇത് പ്രഷർ കുറച്ചും കൂടെ നോർമൽ CPVC കുറച്ചും കൂടെ പ്രഷർ കൂടുതലായിട്ട് എടുക്കും. ടെമ്പറേച്ചർ റെസിസ്റ്റൻറ്റ്, ഇതിൻ്റെ ഇൻസൈഡ് കുറച്ചും കൂടെ സ്മൂത്താണ് ഈ പൈപ്പിൻ്റെ ഇൻസൈഡ്. അപ്പം നമ്മൾ ഇതിനകത്ത് ബാക്ടീരിയകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി കഴിയും. പിന്നെ പറഞ്ഞ പോലെ പ്രഷർ കൂടുതലായിട്ട് ക്യാരി ചെയ്യും. ഇപ്പോൾ PPR പൈപ്പ് ഉപയോഗിക്കുന്നത് നമ്മൾ ബാത്റൂമിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏറ്റവും ബെറ്ററാണ് ഇതിനകത്ത്. ഇതിൽ PPR പൈപ്പിൽ തന്നെ ഗ്രേഡ് ഓരോ 2-3 ഗ്രേഡുണ്ട്. അതിനകത്ത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് PN20 എന്ന് പറയുന്ന ഗ്രേഡാണ് നമ്മൾ ഈ കൺസീൽ ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത്. പൈപ്പ് ഉപയോഗിക്കുന്നുണ്ടുള്ള നോർമലായിട്ടുള്ള ഗുണം ഇതൊക്കെ തന്നെയാണ്. ഇത് ടെമ്പറേച്ചറിനെ റെസിസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ നോർമൽ CPVC കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ PPR പൈപ്പിൻ്റെ ഗുണം ഇത് തന്നെയാണ്. അപ്പം കഴിവതും കൺസീൽ ചെയ്യാനൊക്കെ വേണ്ടി ബാത്റൂമിലും അല്ല നോർമൽ കിച്ചണൊക്കെ ആയാലും കൺസീൽ ചെയ്യാൻ വേണ്ടി PPR പൈപ്പ് ഉപയോഗിക്കുന്നതിനാണ് ഏറ്റവും നല്ലത്. പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൺസീൽ ചെയ്യുമ്പം ഉള്ളൊരു അതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ CPVC ചെയ്യുന്ന പോലെ അത്ര സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ PPRൻ്റെ പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് ബെൻഡൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് പരസ്പരം ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഈ പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പരസ്പരം ജോയിൻ ചെയ്യുമ്പോൾ അതിനകത്ത് സമയം കൂടുതലായിട്ട് നോർമൽ CPVC പൈപ്പ് അതിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് കൂടുതലായിട്ട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് കുറേ ഡിലേ വരും. പക്ഷേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടുക എന്നുള്ളതാണ് PPR പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് കൺസീൽ ചെയ്യുന്നുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്.